ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എൽ ഡി സിയുടെ മുൻകാല ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൽ ഡി സി ഇനിയും ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള എൽ ഡി സിയുടെ മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്കലൈറ്റ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതാണ്? യോജക കല. ഏതാണ്? യോജക കല. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല യോജക കല. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് ആണ്. റിക്കറ്റ്സ് അഥവാ കണ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ. ഏതാണ്? റിക്കറ്റ്സ് അഥവാ കണ. നാലാമത്തെ ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പീച്ചിയിലാണ്. എവിടെയാണ്? പീച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ഏതാണ്? ബാക്ടീരിയ ആണ്. ബാക്ടീരിയ. ടൈഫോയിഡിന് കാരണമായ രോഗകാരിയാണ് ബാക്ടീരിയ. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961 അപ്പൊ 1961 കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത്. മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? ഏതാണ്? മീഥൈൽ മെർക്കുറിയാണ്. മീഥൈൽ മെർക്കുറിയാണ് മീനമാത ദുരന്തത്തിന് കാരണമായത്. ഏതാണ്? മീഥൈൽ മെർക്കുറി. ആൽഗകളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. ആൽഗകളെ കുറിച്ചുള്ള പഠനമാണ് ഫൈക്കോളജി. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് കേരളത്തിലാണുള്ളത്. എവിടെയാണ്? ഒമ്പതാമത്തെ ചോദ്യം കറണ്ട് അഫയർ ആണ്, അത് നോക്കിയിട്ട് പോകണം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് കേരളത്തിലാണുള്ളത്. എവിടെയാണ്? തെന്മലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് ആണ് തെന്മല. എവിടെയാണ്? തെന്മല. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം? അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷമാണ് 2016. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷമാണ് 2016. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? ഏതാണ്? ഹോസ്ദുർഗ് ആണ്. ഏതാണ്? ഹോസ്ദുർഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം? എപ്പോഴാണ്? 2006. 2006 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം? ഏതാണ്? ജമ്മു കാശ്മീർ ആണ്. ഏതാണ്? ജമ്മു കാശ്മീർ. 17ാമത്തെ ചോദ്യം, ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഏതാണ്? രാജസ്ഥാൻ ആണ്. ഏതാണ്? രാജസ്ഥാൻ. ഖേത്രി ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. ഏതാണ്? റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം എപ്പോഴാണ്? 2005. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് 2005. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്? എന്താണ്? പേഷ്വ. എന്താണ്? പേഷ്വ. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് എന്താണ്? പേഷ്വ എന്നാണ്. എന്താണ്? പേഷ്വ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്